നമസ്കാരം. വലിയ സന്നാഹങ്ങളുമായാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ വന്നത്. 10ഓളം പടക്കപ്പലുകൾ. വലിയൊരു സൈനിക നീക്കം അമേരിക്ക നടത്തിയെങ്കിലും അമേരിക്ക ഇപ്പോൾ പൂർണ്ണമായും പുറകോട്ട് പോയിരിക്കുകയാണ്. ഇറാനെ ആക്രമിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. തുർക്കിയിൽ നടക്കുന്ന ചർച്ചയിൽ ഇറാനുമായി കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പരസ്പര ബഹുമാനത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ രണ്ടു കൂട്ടരും അതിന് തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് അവിടെ തന്നെ ഇരിക്കും. അതിനെക്കുറിച്ച് ആരും സംസാരിക്കേണ്ട. ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെക്കുറിച്ചും സംസാരിക്കേണ്ട. അതൊക്കെ രാജ്യത്തിന് ആവശ്യമാണ്, രാജ്യ സുരക്ഷയ്ക്ക് ആവശ്യമാണ് എന്ന നിലപാടിൽ തന്നെ ഇറാൻ ഉറച്ചു നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. അതായത് അമേരിക്ക പൂർണ്ണമായും പരാജയം സംബന്ധിച്ചിരിക്കുന്നു. അതേസമയം ഒരു വെടി പോലും പൊട്ടിക്കാതെ ഇത്ര വലിയ സന്നാഹങ്ങളുമായി ഒരു രാജ്യത്തെ ആക്രമിക്കാൻ വരുമ്പോൾ ആ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചില ഒരുക്കങ്ങളൊക്കെ നടത്തി എന്നതിലപ്പുറം ഒരു വെടി പോലും പൊട്ടിക്കാതെ അല്ലെങ്കിൽ വലിയ വീമ്പ് പറയാതെ ഇറാൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത് ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. കാരണം ഇറാനെ അങ്ങനെ എടുത്തുചാടി ആക്രമിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാകില്ല. കാരണം അമേരിക്കയും ഇസ്രായേലും ഒന്നാണ് എന്ന് ഇറാൻ എപ്പോഴും ആ നിലപാട് ആവർത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഗൾഫ് മേഖലകളെ ഒന്നാകെ ഞങ്ങൾ ആക്രമിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനവും ഇറാൻ നടത്തി. ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഇറാനുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പ്രതിനിധി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഗൾഫിൽ എവിടെയൊക്കെ ആക്രമിക്കുമെന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ആദ്യം ഞങ്ങൾ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത് ദുബൈയാണ്, ദുബൈയെ ഞങ്ങൾ ആക്രമിക്കും എന്നതാണ് ഇറാന്റെ പ്രതിനിധി പറഞ്ഞത്. അതായത് ദുബൈ എയർപോർട്ട്, അതുപോലെ തന്നെ എയർപോർട്ടിനടുത്ത് ഗൂഗിൾ, മെറ്റ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഓഫീസുകൾ, അതുപോലെ തന്നെ അമേരിക്കക്ക് പ്രത്യേകമായിട്ടുള്ള ചില കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളെ ഞങ്ങൾ തിരഞ്ഞു പിടിച്ചാക്രമിക്കും എന്നതാണ് ഇറാന്റെ പ്രതികരണം. എന്തായാലും അത്തരത്തിലൊരു ആക്രമണം ഇല്ലാതെ യുദ്ധഭീതി ഒഴിവായതിന് നമുക്ക് ഇറാനോട് നന്ദി പറയാം. കാരണം അമേരിക്ക എടുത്ത അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കും, അമേരിക്ക അടിച്ചാൽ അടിക്കും എന്നതിനപ്പുറം അങ്ങോട്ട് കയറി എന്തെങ്കിലും ഒരു ആക്രമണം നടത്താനോ അല്ലെങ്കിൽ ഒരു രാജ്യസുരക്ഷയുടെ ഭാഗമായി അത്തരത്തിലൊക്കെ ഒരു ആക്രമണത്തെ കുറിച്ച് ഇറാൻ ചിന്തിക്കാവുന്നതായിരുന്നു. പക്ഷെ അതിനൊന്നും ഇറാൻ തയ്യാറായില്ല. യുദ്ധമില്ലാതെ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകട്ടെ എന്നതായിരുന്നു ഇറാന്റെ ചിന്ത. എന്തായാലും സമാധാനത്തിലൂന്നിയ ഇറാന്റെ പ്രവർത്തനങ്ങൾ വിജയം കണ്ടിരിക്കുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഒരിക്കലും ഒരാളെ അങ്ങോട്ട് കയറി ആക്രമിക്കില്ല. ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഇരിക്കുകയുമില്ല എന്നതാണ് ഇറാന്റെ നിലപാട്. എന്തായാലും ആ നിലപാടിൽ ഊന്നിക്കൊണ്ട് തന്നെ ഇറാൻ ലോക സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടു. എന്തായാലും സമാധാനത്തിന് വേണ്ടിയുള്ള നോബൽ സമ്മാനം തനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് ഉറവിളി കൂട്ടിയിരുന്ന ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാജ്യത്തോട് പോലും അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ നിലനിർത്തുക, അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതിനപ്പുറം ട്രംപിന് മറ്റ് സഖ്യകക്ഷികളോട് പോലും താല്പര്യമില്ല. ഏതായാലും ഇസ്രായേലിന് വേണ്ടിയാണ് ട്രംപ് ഈ പണിയൊക്കെ ചെയ്തത്. ഇസ്രായേലിന് വേണ്ടിയാണ് ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഇറങ്ങിയത്. എന്തായാലും ഒരിക്കൽ കൂടെ ട്രംപ് പരാജയപ്പെട്ടിരിക്കുന്നു. ഇതുവരെ ട്രംപിന് കിട്ടാത്ത അല്ലെങ്കിൽ അമേരിക്കക്ക് കിട്ടാത്ത ഏറ്റവും വലിയ പരാജയം ഇറാന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്നു. ഈ ഒരു പരാജയത്തിൽ നിന്ന് ട്രംപ് പാഠം ഉൾക്കൊള്ളണമെന്നാണ് ഇപ്പോൾ അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. തൽക്കാലം നമുക്ക് ഇറാനോട് നന്ദി പറയാം. ഒരു യുദ്ധമില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ഇറാന്റെ നിലപാടിന് കഴിഞ്ഞു. ഇറാൻ അങ്ങോട്ട് കയറി ആക്രമിക്കാതെ അല്ലെങ്കിൽ അമേരിക്ക ചെയ്ത അതേ രീതിയിൽ അമേരിക്കയോടോ അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളോടോ അത്തരത്തിലൊരു നീക്കം നടത്താതെ ഇറാൻ സംയമനം പാലിച്ചു. അതേസമയം കൃത്യമായി പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, ചില കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു ഇങ്ങോട്ട് തോണ്ടിയാൽ. എന്നാൽ ആ ഒരു വാക്കിൽ ഇറാന്റെ കരുത്തിൽ അമേരിക്ക പേടിച്ച് പുറകോട്ട് പോയി. ഇത് സമാധാനത്തിൽ ഊന്നിയ പ്രവർത്തനം തന്നെയാണ് ഇറാൻ നടത്തിയത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കേണ്ടത് ആയത്തുള്ള അലി ഖംനായിക്കാണ് എന്നാണ് ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത്.